ശ്രീലങ്കയ്ക്കെതിരെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യൻ ടീമിനെ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഒരു മത്സരത്തിൽ ടൈയും മറ്റ് 2 മത്സരത്തിൽ ദയനീയ പരാജയവുമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ 4 മാസത്തിനുള്ളിൽ 10 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനുള്ളതിനാൽ ദേശീയ ടീമിനെ ശക്തിപ്പെടുത്താൻ കടുത്ത നീക്കങ്ങളുമായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളോടെല്ലാം ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, കുൽദീപ് യാദവ് എന്നിവരുൾപ്പെടെ പ്രമുഖ താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിക്കുള്ള താരനിരയുടെ ഭാഗമായേക്കും. സെപ്റ്റംബർ 5-ന് ആന്ധ്രാപ്രദേശിലെ അനന്തപുരിൽ ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയിൽ പ്രധാന കളിക്കാരെ പങ്കെടുപ്പിക്കണമെന്നാണ് ദേശീയ സെലക്ടർമാരുടെ താൽപര്യം. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ തെരഞ്ഞെടുക്കാൻ ദുലീപ് ട്രോഫിയിലെ താരങ്ങളുടെ പ്രകടനം കൂടി വിലയിരുത്തും. ബംഗ്ലാദേശിനെതിരായ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ പേസർ ജസ്പ്രീത് ബുംറ പങ്കെടുക്കാൻ സാധ്യതയില്ല. നീണ്ട വിശ്രമ കാലയളവ് കാരണമാണ് ഇത്. ദുലീപ് ട്രോഫിയിലും കളിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. 2024 T20 ലോകകപ്പ് ഇന്ത്യ നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബുംറയ്ക്ക് ആവശ്യമായ വിശ്രമം നൽകണമെന്ന നിലപാടിലാണ് സീനിയർ സെലക്ഷൻ കമ്മിറ്റി. ബംഗ്ലാദേശിനെതിരായ 2 മാച്ചുകളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 5 മത്സരങ്ങളും ഉണ്ടാവും. ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിൽ 3 ടെസ്റ്റുകൾ കളിക്കുന്നുണ്ട്. ഇങ്ങനെ അടുത്ത 4 മാസത്തിനുള്ളിൽ 10 ടെസ്റ്റ് മത്സരങ്ങളുടെ ഷെഡ്യൂളാണ് ഇന്ത്യക്കുള്ളത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് സെപ്റ്റംബർ 19-ന് ചെന്നൈയിലാണ്. സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 24 വരെ നടക്കുന്ന ദുലീപ് ട്രോഫി കളിക്കാർക്ക് പരിശീലനത്തിനും ഫോം പ്രകടിപ്പിക്കാനുള്ള അവസരവുമായി ദേശീയ സെലക്ടർമാർ ഇത് കാണുന്നു. മികച്ച കളിക്കാരെ പങ്കെടുപ്പിക്കുന്നത് ടൂർണമെന്റിന്റെ മത്സരക്ഷമതയും ആകർഷകത്വവും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. BCCIയുടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ എന്നിവരും ടൂർണമെന്റിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഭ്യന്തര മത്സരങ്ങൾ ഒഴിവാക്കരുതെന്ന BCCI നിർദ്ദേശം അവഗണിച്ചതിനാണ് ശ്രേയസ് അയ്യരും ഇഷാനും ശിക്ഷിക്കപ്പെട്ടത്. ഈ മാസമാദ്യം ശ്രീലങ്കൻ ഏകദിന പരമ്പരയിലൂടെ ശ്രേയസ് അയ്യർ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഇഷാൻ കിഷൻ 9 മാസമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. നവീകരിച്ച ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യ A, ഇന്ത്യ B, ഇന്ത്യ C, ഇന്ത്യ D എന്നീ 4 ടീമുകളിലേക്കുള്ള ടീമുകളെ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള BCCI സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കും. അനന്തപുരിൽ വിമാനത്താവളം ഇല്ലാത്തതിനാൽ ദേശീയ താരങ്ങൾ പങ്കെടുക്കാൻ സമ്മതിച്ചതോടെ ദുലീപ് ട്രോഫി വേദി ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്.